ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 30ാമത്തെ ശ്ലോകം നോക്കാം. ഹസ്താഗ്രാഹ്യേ രചയതി വിധിം പീഠഗോലോഖലാദ്യൈ ഛിദ്രം ഹ്യന്തർനിഹിതവയുന ശിക്യഭാണ്ഡേഷു തദ്വേത് ധ്വാന്താകാരേ ധൃതമണിഗണം സ്വാംഗമർത്ഥപ്രദീപം കാലേ ഗോപ്യോയർഹി ഗൃഹകൃത്യേഷു സുവ്യഗ്രചിത്താഃ. വളരെ മനോഹരമായ ഒരു ശ്ലോകമാണിത്. നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞു ആ ഗോപസ്ത്രീകൾ അല്ലേ എത്രമാത്രം ഈ കൃഷ്ണൻ്റെ കുറുമ്പ് കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കി വയ്ക്കുന്ന സ്വാദേറിയ വെണ്ണയും പാലും തൈരുമൊക്കെ ആ കൃഷ്ണൻ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിന് ഈ ഗോപസ്ത്രീകൾ എന്താണ് ഒരു പരിഹാരം കണ്ടെത്തിയത് എന്നാണ് ഇനി അടുത്തത് പറയുന്നത്. ഹസ്താഗ്രാഹ്യേ, ഹസ്ത അഗ്രാഹ്യേ, ഹസ്തം എന്ന് പറഞ്ഞാൽ കൈകൾ, അഗ്രാഹ്യേ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള, അതായത് കൈകൾ കൊണ്ട് എത്തിപ്പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര രചയതി. രചയതി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നു. എന്താ? വിധിം. വിധിം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊരു മാർഗത്തെ, അതായത് കൈകൊണ്ടിങ്ങനെ എത്തിപ്പിടിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു മാർഗത്തെ അവർ അവലംബിച്ചു. എന്ത് ചെയ്തു? പീഠഗോലൂഖലാദ്യൈ, അതായത് ഈ ഉലൂഖലം എന്ന് പറഞ്ഞാൽ ഉരലാണ്. അപ്പോൾ പീഠം, പിന്നെ അതുപോലെ ഉലൂഖലം ഉരല്, ആദ്യൈ മുതലായവയെ കൊണ്ട് ഛിദ്രം ഹ്യന്തർനിഹിതവയുന. ഛിദ്രം, ഛിദ്രം എന്ന് പറഞ്ഞാൽ അത് പൊട്ടിക്കുക, അതിനെ ഛേദിക്കുക. അഥവാ ഇവിടെ ഛേദിക്കുക എന്ന് പറയുന്നതിനൊക്കെ അവിടെ ഒരു ദ്വാരം എന്നുള്ള അർത്ഥത്തിലാണ്. മുഴുവൻ അങ്ങനെ അങ്ങ് ഉടച്ചു മാറ്റുന്നു എന്നല്ല, അവിടെ ഒരു അതിനൊരു വിള്ളലുണ്ടാക്കുക, ഒരു ദ്വാരം ഉണ്ടാക്കുക. എന്നിട്ടോ ഹ്യന്തർനിഹിതവയുന, ഹി അന്തർനിഹിതവയുന, ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പദച്ഛേദം വരുന്നത്. അന്തർനിഹിതവയുന, അന്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, നിഹിതവയുന, നിഹിത എന്ന് പറഞ്ഞാൽ വെക്കപ്പെട്ട, അതിനുള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള വയുന. വയുന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്താണ്? വയുനം എന്ന് പറഞ്ഞാൽ അറിവെന്നർത്ഥം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് വെച്ചിരിക്കുന്നത്? നല്ല ഉറപ്പുള്ളതായിട്ട്, നല്ല അറിവുള്ളവനായിട്ട്, അതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ട്. ഈ ഗോപസ്ത്രീകൾ ഈ മുറിക്കുള്ളിലൊക്കെ എന്താണ് വെച്ചിരിക്കുന്നത് നന്നായിട്ട് അറിയുന്നവനായതുകൊണ്ട് അതിൻ്റെ ചുവട്ടിലൊരു ദ്വാരമുണ്ടാക്കി. എന്നിട്ടോ ശിക്യഭാണ്ഡേഷു തദ്വിത. തദ്വിത് എന്ന് പറഞ്ഞാൽ അതിനെ വിത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അറിയുന്നവൻ എന്നുള്ള അർത്ഥം. അപ്പോൾ അതിനെ നന്നായി അറിയുന്നവനായിട്ട് ശിക്യഭാണ്ഡേഷു എന്ന് പറഞ്ഞാൽ ഈ ഉറിപ്പാത്രങ്ങളിൽ. അപ്പോൾ ഈ ഉറിപ്പാത്രങ്ങൾക്കുള്ളിൽ എന്താണ് ഇരിക്കുന്നത് എന്ന് നന്നായിട്ട് അറിയുന്നവനായിട്ട് ധ്വാന്താകാരേ ധൃതമണിഗണം. ധ്വാന്താകാരേ എന്ന് പറഞ്ഞാൽ ആ അന്ധകാരെ ധ്വാന്തകാരെ എന്ന് പറഞ്ഞാൽ ആ ഇരുട്ടുള്ള മുറിയിൽ. അപ്പോൾ ഈ ഗോപസ്ത്രീകളൊക്കെ എന്താ ചെയ്യുന്നത്? ഈ ഉരലും പീഠം ഒന്നും നീക്കിയിട്ടെടുക്കാൻ പറ്റാത്ത വിധത്തിൽ, അല്ലെങ്കിൽ കൈകൊണ്ട് എടുക്കാൻ പറ്റാത്തത്. ഇപ്പോൾ ഈ മോഷ്ടിക്കുന്നത് കൈ എത്തുന്നിടത്തായതുകൊണ്ടല്ലേ. താഴെയായിരുന്നു മുൻപ് ഉറികളിലാക്കി ഈ തൈരും പാലും മോരും ഒക്കെ ഈ ഗോപസ്ത്രീകൾ വെച്ചിരുന്നത്. ഇപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? മുകളിൽ ഉറിക്കുള്ളിൽ ഉറിപ്പാത്രങ്ങളിൽ എടുത്തിട്ട് ഉത്തരത്തിൽ കെട്ടിയിടാൻ തുടങ്ങി. ആ സമയത്ത് ഈ കൃഷ്ണൻ വന്നിട്ട്, യശോദാമേ നിനക്കറിയോ എന്താ ഈ കൃഷ്ണൻ വന്ന് ചെയ്യുക എന്ന്? ഈ ഉരലും അതുപോലെ തന്നെ പീഠവും ഒക്കെ നീക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന ഈ ഉറിപ്പാത്രത്തിനുള്ളിൽ ഞാൻ എന്താ വെച്ചിരിക്കുന്നതെന്നേ ആ കൃഷ്ണന് നന്നായിട്ട് അറിയാം. അപ്പോൾ കൃഷ്ണൻ എന്താ ചെയ്യുക? അതിൻ്റെ ചുവട്ടിലായിട്ട് ഒരു ദ്വാരമുണ്ടാക്കുന്നു, ഒരു ചെറിയൊരു ഒരു വിടവ്, ഒരു ഹോളുണ്ടാക്കുന്നു. എന്നിട്ട് അപ്പോൾ ആ ഉണ്ടാക്കണമെങ്കിൽ
ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്നറിയുമോ? ഈ ഉറിപ്പാത്രമൊക്കെ ഞങ്ങളൊരു ഇരുട്ടുള്ള മുറിയിലാണ് കെട്ടിയിടുന്നത്, ഉത്തരത്തിൽ കെട്ടിത്തൂക്കിയിടുന്നത്. അതാണ് ഇവിടെ പറഞ്ഞ ത്വാന്താകാര, ഇരുട്ടുള്ള മുറിയിൽ പോലും. നമുക്ക് എല്ലാം അറിയുന്ന ഭഗവാന് നന്നായിട്ട് അറിയാമല്ലേ എവിടെയാ എന്താ ഇരിക്കുന്ന. ഭഗവാനെ അറിയാൻ വയ്യാത്തായിട്ട് എന്താണുള്ളതല്ലേ. എന്നിരുന്നാലും നമ്മുടെയൊക്കെ അല്പബുദ്ധി കൊണ്ട് നമ്മളുമൊക്കെ ഇങ്ങനെയാണ് പലതും ആരും കാണുന്നില്ല അറിയുന്നില്ല എന്നൊക്കെ കരുതി ചെയ്യുന്നത് പലതും. എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്ന ഭഗവാൻ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അല്ലേ. ഇവിടെ ഭഗവാനെ, ആ കൃഷ്ണനെ ഒളിച്ചിട്ടാണ് മുറികളിലാക്കി, ഇരുട്ടുള്ള മുറിയിലാണ് ഇത് ഉത്തരത്തിൽ കെട്ടിത്തൂക്കി ഇട്ടത്. പക്ഷെ ആ ഇരുട്ടുള്ള മുറിയിലും, ധ്വാന്താകാര ആ ഇരുട്ടുള്ള മുറിയിലും എന്താ ചെയ്യുന്നതെന്നറിയുമോ? ധൃതമണിഗണം. ധൃത എന്ന് പറഞ്ഞാൽ ധരിച്ചത്. എന്താ? മണിഗണം, ആ രത്നസമൂഹത്തെ, അതായത് രത്നങ്ങൾ പതിച്ച ആഭരണങ്ങൾ ധാരാളം ഇട്ടിട്ടുള്ള ആ കൃഷ്ണന് പക്ഷെ അതൊന്നും ഒരു വിഷയമേ അല്ല. കാരണം സ്വാംഗമർത്ഥപ്രദീപം, സ്വാംഗം അർത്ഥപ്രദീപം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സ്വാംഗമർത്ഥപ്രദീപം. സ്വാംഗം എന്ന് പറഞ്ഞാൽ സ്വ അംഗം, തൻ്റെ തന്നെ അംഗങ്ങളിൽ ധരിച്ചിട്ടുള്ള ആ രത്നങ്ങൾ പതിച്ച ആഭരണങ്ങളിൽ നിന്നുള്ള അർത്ഥപ്രദീപം. ആ പ്രകാശം എന്തു ചെയ്യും? അർത്ഥപ്രദീപം അവിടെ വച്ചിരിക്കുന്ന വസ്തുവിനെയൊക്കെ പ്രകാശമാക്കി മാറ്റുന്നു. അഥവാ അതിന് വേണ്ട ഇതിനെ ഉരലായാലും പീഠമായാലും മുകളിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഉറിയായാലും ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ ഈ കൃഷ്ണൻ്റെ ദേഹത്ത് ധരിച്ചിരിക്കുന്ന രത്നങ്ങളിൽ നിന്നുള്ള പ്രകാശം മാത്രമേ വേണ്ടൂ. ആ പ്രകാശം പോലും, ആ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ കൃഷ്ണൻ എന്താ ചെയ്യുന്നതെന്നോ? ഈ ഉരലും പീഠവും ഒക്കെ നീക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ദ്വാരമുണ്ടാക്കുന്നു. എന്നിട്ടോ കാലേ ഗോപ്യോയർഹി, കാലേ ഗോപ്യ, കാലേ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത്, ഗോപ്യോ എന്ന് പറഞ്ഞാൽ ഗോപസ്ത്രീകൾ യർഹി ഗൃഹകൃത്യേഷു, യർഹി എന്ന് പറഞ്ഞാൽ യാതൊരു എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ യാതൊരു സമയത്താണോ ഈ ഗോപസ്ത്രീകൾ ഗൃഹകൃത്യേഷു, വീടുപണികളിൽ, നമ്മുടെ വീട്ടിലെ ഓരോരോ ജോലികളിൽ, സുവ്യഗ്രചിത്ത, അതായത് മനസ്സ് ആ ഏറ്റവും തിരക്കുള്ള സമയം, നമുക്ക് ഓരോ വീട്ടമ്മമാർക്കും വീട്ടുജോലികളിൽ തിരക്ക് കൂടുതലുള്ള ഒരു സമയമുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ അതിലങ്ങനെ മുഴുകിയിരിക്കുന്ന സമയത്ത്, അതായത് നമ്മുടെയൊക്കെ ഇപ്പം ഈ ഗോപസ്ത്രീകൾ വന്ന് പറയുകയാണ്, നമ്മളൊക്കെ വീട്ടുജോലികളിൽ അങ്ങനെ തിരക്കിട്ടുള്ള ആ സമയത്താണ് ഈ കൃഷ്ണൻ വന്ന് എന്താ ചെയ്യുന്നതെന്നറിയുമോ? തൻ്റെ തന്നെ ദേഹത്ത് പതിച്ചിരിക്കുന്ന രത്നാഭരണങ്ങളിൽ നിന്നുള്ള ആ പ്രകാശജ്വാലയുടെ വെളിച്ചത്തിൽ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ ഉറികളിൽ നിന്നും, ഉറികളിലൊക്കെ നേരിട്ട് കൈ എത്താത്തത് കൊണ്ട് പീഠവും അതുപോലെ ഉരലുമൊക്കെ വലിച്ചിട്ടിട്ട് ആ ഇരുട്ടുള്ള മുറിയിലെ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഉറികളുടെ ചുവട്ടിലൊരു ദ്വാരമുണ്ടാക്കുന്നു. അപ്പോൾ ഒരു തരത്തിലും കൃഷ്ണനെ ഞങ്ങൾക്ക് തോൽപ്പിക്കാനാവുന്നില്ല. കൃഷ്ണൻ ഞങ്ങളെ ഓരോ നിമിഷവും തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കണേ, ഭഗവാന്റെ ഒരു ലീല അല്ലേ. 3 അടി കൊണ്ട് വാമനാവതാരം എടുത്തു വന്നപ്പോൾ 3 ലോകങ്ങളും അളന്നു തീർത്ത ഭഗവാന്, തൻ്റെ കാൽച്ചുവട്ടിലാക്കിയ ഭഗവാന്, ആ കുഞ്ഞിക്കൈകൾ ആ ഗോപസ്ത്രീകളുടെ വീട്ടിലെ ഉത്തരത്തിലെ ഉറിയിൽ മുട്ടുന്നില്ല എന്ന് പറയുമ്പോൾ, അതിനൊരു പീഠം വേണ്ടി വരുന്നു, അതിനൊരു ഉരൽ വേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ, ഗുരുവായൂരപ്പാ, അവിടുത്തെ മായ, അവിടുത്തെ ലീല എന്നല്ലാതെ എന്താ പറയുക? അവിടത്തേക്ക് മാത്രമേ ഇത്രയൊക്കെ മനോഹരമായ ലീലയാടാൻ കഴിയൂ കൃഷ്ണ ഭഗവാനെ. അപ്പോൾ ഇങ്ങനെ കൃഷ്ണൻ കയറി ഈ ഗോപസ്ത്രീകളുടെ വീട്ടിലെ ഉറികളിൽ ദ്വാരമിടുന്നത് എന്തിനാ? എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ വന്നിട്ട് വായും തുറന്നൊരു നിൽപ്പാണ്. അതിൽ നിന്ന് പാലും മോരും നെയ്യും ഒക്കെ അങ്ങനെ ഒഴുകി ഒഴുകി വരുമ്പോൾ നേരെ വായ്ക്കുള്ളിലേക്ക് അങ്ങോട്ട് എടുക്കുക. എന്നിട്ടോ ആ വോളം ഭക്ഷിക്കുക. എന്നിട്ട് ബാക്കിയുള്ളതാകട്ടെ എടുത്ത് ഒരു ഉറിയിൽ കുരക്കന്മാർക്ക് കൊണ്ട് വെച്ചു കൊടുക്കുന്നു. അതായത് ഈ ഗോപസ്ത്രീകൾ എന്തൊക്കെ ഭഗവാനിൽ നിന്ന് ഒളിച്ചു വെച്ചാലും, ഭഗവാന് കൊടുക്കാതെ അത് അടർത്തി മാറ്റി എടുത്തു വെച്ചാലും, ഭഗവാൻ അതെല്ലാം വേണ്ട സമയത്ത് വന്നെല്ലാം ഭഗവാന് വേണ്ടുന്നതെല്ലാം ഭഗവാനും എടുക്കുന്നു. മറ്റുള്ളവർക്ക് അവരിലേക്ക് എത്താനുള്ളത്, അത് കുരങ്ങനായാലും പൂച്ചയായാലും അവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്ന് കാണാം. ഇവിടെ
ആ മോഷണത്തിലുള്ള കൃഷ്ണൻ്റെ വൈദഗ്ധ്യം ഈ ഗോപസ്ത്രീകൾ വന്ന് യശോദാമ്മയോട് പറയുന്നത്, ആ യശോദാമ്മയുടെ മകൻ ചോരനാണ് എന്ന് തന്നെയല്ല, ആ കൃഷ്ണൻ ഈ ഒരു മോഷണത്തിലെ വൈദഗ്ധ്യം നോക്കൂ, ഇരുട്ടുള്ള മുറിയിൽ വെച്ചിട്ട് പോലും അതെവിടെയാണ് ഇരിക്കുന്നതെന്നും എന്താണ് ഓരോ മുറികളിലും ഉള്ളതെന്നും എത്ര കൃത്യമായി യശോദയെ നിൻ്റെ മകൻ തിരിച്ചറിയുന്നു. അവനെല്ലാം അറിഞ്ഞുകൊണ്ട് അതിൽ ദ്വാരമിട്ടവൻ ഭക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ യശോദാമ്മയോട് പറയാതെ പറയുകയും കൂടിയാണ്, ഒരു പക്ഷേ നിൻ്റെ മകൻ്റെ ദേഹത്തിട്ടിരിക്കുന്ന ഈ രത്നാഭരണങ്ങളിലെ പ്രകാശമാകാം അവൻ അതിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നീ ആ രത്നാഭരണങ്ങളൊന്ന് അഴിച്ചു വച്ചാൽ നന്നായിരുന്നു എന്നൊരു പക്ഷേ പറയാതെ പറയുകയാണോ എന്നറിയില്ല ഈ ഗോപസ്ത്രീകൾ. കാരണം ഗോപസ്ത്രീകൾ പരാതിയുടെ സ്വരത്തിൽ പറയുന്നത് ഒരു തരത്തിൽ നന്നായി അവർ ആനന്ദിക്കുന്നുണ്ടെങ്കിൽ പോലും, കൃഷ്ണൻ്റെ ഈ ലീലകളെ നന്നായി അവർ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ പോലും യശോദാമ്മയോട് അങ്ങനെ വന്ന് പറയുക വയ്യല്ലോ. തന്നെയല്ല, ഈ യശോദാമ്മയോട് ഇത് വന്ന് പറയുമ്പോൾ ആ കൃഷ്ണൻ അങ്ങനെ പിറകിൽ നിന്ന് യശോദാമ്മയുടെ സാരിത്തുമ്പും പിടിച്ചുകൊണ്ട് യശോദാമ്മയുടെ പിറകിൽ നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തങ്ങളിത് ആസ്വദിക്കുകയാണെന്നറിഞ്ഞാൽ ആ കള്ളകൃഷ്ണൻ ഇനിയും വന്ന് കൂടുതൽ തങ്ങളെ ഉപദ്രവം ചെയ്യില്ലേ എന്നുള്ള വിചാരമാകാൻ ചിലപ്പോൾ ഒരു പരാതിയുടെ സ്വരത്തിലേക്ക് ഗോപസ്ത്രീകളിൽ നിന്നും വന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ഹസ്താഗ്രാഹ്യേ രചയതി വിധിം പീഠകോലൂഖലാദ്യൈശ്ഛിദ്രം അന്തർനിഹിതവയുന ശിക്യഭാണ്ഡേഷു തദ്വേദ് ധ്വാന്താകാരേ ധൃതമണിഗണം സ്വാംഗമർത്ഥപ്രദീപം കാലേ ഗോപ്യോയർഹി ഗൃഹകൃത്യേഷു സുവ്യഗ്രചിത്താ. ഇതും സാമാന്യം വലിയൊരു ശ്ലോകമാണ്, അതുകൊണ്ട് തന്നെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഹസ്ത അഗ്രാഹ്യയാണ്, കൈകളിൽ എളുപ്പം എടുക്കാൻ കഴിയാത്തതായിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഹസ്താഗ്രാഹ്യേ, അവിടെ അകാരം നീട്ടിയെടുക്കുക. അടുത്തത് പീഠകോലൂഖലാദ്യൈശ്ഛിദ്രം, അവിടെ പീഠക ഉലൂഖലാദ്യയാണ്, അതുകൊണ്ട് പീഠകോലൂഖലാദ്യൈശ്ഛിദ്രം, അതും കഴിയുന്ന അവിടം വരെയും ചേർത്ത് തന്നെ എടുക്കുക. പിന്നെ അടുത്ത ഹ്യന്തർനിഹിതവയുന, ഹി അന്തർനിഹിതമാണ്, അത് ഹി എന്നുള്ളതിൻ്റെ ഇകാരവും അകാരവും ചേരുമ്പോൾ ഹ്യ എന്നായി മാറും. അതുകൊണ്ട് ഹ്യ പറയുമ്പോൾ അകാരം കൊടുത്തു പറയുക. ഹ്യന്തർനിഹിതവയുന, അവിടെ വിസർഗവുമുണ്ട്, അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് സ്വാംഗമർത്ഥപ്രദീപം, അവിടെ സ്വാംഗമർത്ഥ ഗായാണ്, കായല്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞു വരുമ്പോൾ സ്വാങ്ക ആയി പോകാറുണ്ട്. സ്വാംഗമർത്ഥപ്രദീപം, അവിടെയും സ്വാംഗം അർത്ഥപ്രദീപമാണ്. അപ്പോൾ മായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക. പിന്നെ അടുത്തത് സുവ്യഗ്രചിത്താഹ, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്, വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്. ഇനി അടുത്തത് 31-ാമത്തെ ശ്ലോകമാണ്. ഏവം ധാർഷ്ട്യാന്യുഷതി കുരുതേ മേഹനാദീനി വാസ്തൗ സ്തേയോപായേദ്വിരചിതകൃതി സുപ്രതീകോ യഥാസ്തേ. ഇത്തം സ്ത്രീഭിः സഭയനയന ശ്രീമുഖാലോകിനീഭിർവ്യാഖ്യാതാർത്ഥാ പ്രഹസിതമുഖി ന ഹ്യുപാലബ്ധുമൈച്ഛത്. ഈ ഒരു ശ്ലോകത്തിൽ ഇത്രയൊക്കെ കണ്ണനെക്കുറിച്ച് പരാതി പറയുമ്പോഴും അവരുടെ ഉള്ളിലൊക്കെയുള്ള ആ ഒരു സ്നേഹഭാവം ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് കാണാം. അതുപോലെ കണ്ണൻ, ആ ഭഗവാൻ കൃഷ്ണനുണ്ണി സാക്ഷാൽ ഒരു
ശൈശവഭാവത്തിൽ വരാവുന്ന വികാരങ്ങൾ എപ്രകാരമാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗോപസ്ത്രീകൾ വന്ന് പറയുമ്പോൾ സാധാരണ ശിശുക്കൾ എങ്ങനെയാണ് പെരുമാറുക? ആ രീതിയിലൊക്കെ കുറുമ്പ് കാട്ടുന്നത് നമുക്കിനി ഈ ഒരു ശ്ലോകത്തിൽ കാണാം. ഇവിടെ പറയുകയാണ്, ഏവം ധാർഷ്ട്യാന്യുശതി, ഏവം ഇപ്രകാരം, ധാർഷ്ട്യാന്യുശതി, ധാർഷ്ട്യാനി ഉശതി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ധാർഷ്ട്യാന്യുശതി. ധാർഷ്ട്യാനി എന്ന് പറഞ്ഞാൽ ധാർഷ്ട്യങ്ങളെ, ഉശനി, ഉശനി എന്ന് പറഞ്ഞാൽ പറയുന്നു. അപ്പോൾ ഈ രീതിയിൽ ഇവിടെ വന്നിങ്ങനെ മോഷ്ടിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ ഗോപസ്ത്രീകൾ അപ്പോൾ തന്നെ, ഇപ്പോൾ ഇവിടെ വന്ന് യശോദാമ്മയോട് പരാതി പറയുന്നത് അത് എത്രയോ കഴിഞ്ഞിട്ടാണ് പറയുന്നത്. കാരണം അതിനു മുൻപേ വീട്ടിൽ വന്ന് ഇപ്രകാരമുള്ള മോഷണങ്ങളും അതും ഇതുമൊക്കെ കുറുമ്പുകൾ കാണിക്കുമ്പോൾ ഈ ഗോപസ്ത്രീകളൊക്കെ നേരെ തന്നെ ഈ കൃഷ്ണനോട് തിരികെ കൃഷ്ണനെ ശകാരിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നീ ചീത്ത കുട്ടിയാണ്, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ തുടങ്ങിയ പലതരത്തിലുള്ള ശകാരവാക്കുകൾ പറയുമ്പോൾ, ധാർഷ്ട്യാനി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? കുരുതേ മേഹനാദീനി വാസ്തവു. കുരുതേ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു. എന്താ? മേഹനാദീനി, മേഹനാദീനി എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജ്യങ്ങൾ, മൂത്രമൊഴിച്ചു വെക്കുക. ഇവിടെ ഈ ഗോപസ്ത്രീകളുടെ വീട്ടിൽ മൂത്രമൊഴിച്ചു വെക്കുക. എന്താ പറഞ്ഞാൽ വാസ്തവ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ, ഗോപസ്ത്രീകളുടെ വീട്ടിൽ മൂത്രമൊഴിച്ചു വെക്കുക, അതുപോലെ വിസർജ്യം ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോവും. അല്ലേ നീ എന്നെക്കുറിച്ച് ചീത്ത വാക്കുകൾ പറഞ്ഞില്ലേ എന്നുള്ള ഭാവത്തിൽ, ഞാൻ ചീത്ത കുട്ടിയാണെന്ന് പറഞ്ഞില്ലേ എന്നുള്ള ഭാവത്തിൽ മലമൂത്ര വിസർജനാദികളൊക്കെ അവരുടെ വീടുകളിൽ ചെയ്യുന്നു. പിന്നെ പറയുകയാണ്, സ്തേയോപായൈർവിരചിത കൃതി, സ്തേയോപായൈ, ഇവിടെ സ്തേയോപായൈ വിരചിത കൃതി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സ്തേയോപായൈർവിരചിത കൃതി. സ്തേയോപായൈ എന്ന് പറഞ്ഞാൽ ഈ സ്തേയം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മോഷണം, സ്തേയ ഉപായൈ, ഈ മോഷണത്തിനുള്ള ഉപായങ്ങൾ ഒക്കെ കൊണ്ട്. വിരചിത കൃതി എന്ന് പറഞ്ഞാൽ, വിരചിതം എന്ന് പറഞ്ഞാൽ രചിക്കപ്പെട്ടത്, കൃതി അങ്ങനെയുള്ള കർമ്മങ്ങളോട് കൂടിയവന്. അതായത് ഈ മോഷണങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തമായ ഒരു ഉപായത്തോടു കൂടി തന്നെയാണ്. അതായത് ഇപ്പോൾ ഇന്ന ഉറിയിൽ പാലുണ്ട്, തൈരുണ്ട്, മോരുണ്ട് എന്നൊക്കെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് ഇതെങ്ങനെ എടുക്കണമെന്നും വ്യക്തമായ ഒരു ധാരണ ആ കൃഷ്ണനുണ്ട്. അപ്പോൾ അങ്ങനെ വ്യക്തമായ കളവിനുള്ള, മോഷണത്തിനുള്ള ഉപായങ്ങൾ കൊണ്ട് ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഈ കർമ്മങ്ങൾ സുപ്രതീകോ യഥാസ്തേ, സുപ്രതീകഃ എന്ന് പറഞ്ഞാൽ നല്ലവനായിട്ട്, ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവനായിട്ടുള്ള ഈ കൃഷ്ണൻ നല്ലവനായിട്ട്, യഥാസ്തേ, യഥ എന്ന് പറഞ്ഞാൽ എന്ന പോലെ, ഇപ്രകാരം, അപ്പോൾ ഒരു നല്ലവനാണെന്നുള്ള മട്ടിൽ ആസ്തേ നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നോക്കിക്കേ, ഇതാ യശോദേ നിൻ്റെ പുത്രൻ നിൽക്കുന്ന നോക്കിക്കേ, ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വന്ന് ഇത്രയും കുറുമ്പ് കാട്ടുന്നു, ഞങ്ങളൊക്കെ എപ്പോഴെങ്കിലും കൃഷ്ണനെ ഒന്ന് ശകാരിച്ചു എന്നിരിക്കട്ടെ, എന്താ നിൻ്റെ മോൻ ചെയ്യുന്നതെന്നറിയുമോ? ഞങ്ങളുടെയൊക്കെ വീടുകളിൽ മലമൂത്ര വിസർജനാദികൾ ചെയ്തിട്ടിട്ട് പോകുന്നു. ഇപ്പോൾ നോക്കിക്കേതാ നിൻ്റെ സാരിത്തുമ്പിൽ പിടിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ആ ചേലത്തുമ്പിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് കൃഷ്ണൻ്റെ മുഖം കണ്ടാൽ എത്ര നല്ലവനാണെന്നാണ് പറയുക, എത്ര നല്ലവനായിട്ട്, എത്ര പാവം കുട്ടിയായിട്ട് അവൻ നിൽക്കുന്നത്, ഇവൻ്റെ കുറുമ്പുണ്ടല്ലോ യശോദേ എന്നും പറഞ്ഞിട്ട് ഗോപസ്ത്രീകൾ ഓരോന്ന് പറയുകയാണ്. ഇത്തം സ്ത്രീഭി, ഇത്തം ഇപ്രകാരം, സ്ത്രീഭി എന്ന് പറഞ്ഞാൽ ആ സ്ത്രീകളാൽ, ആ ഗോപസ്ത്രീകളാൽ, സഭയനയന ശ്രീമുഖാലോകിനീഭിർ, സഭയനയന, സഭയം എന്ന് പറഞ്ഞാൽ ഭയത്തോടു കൂടിയവനായി, ഭയം നിറഞ്ഞ, നയന, നയന എന്ന് പറഞ്ഞാൽ കണ്ണുകൾ, നയനം കണ്ണുകൾ, ശ്രീമുഖാലോകിനീഭി, ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമുള്ളതായിട്ടുള്ള, മുഖ ആലോകിനീഭി, മുഖം
ആ ശോഭയുള്ള മുഖത്തെ ആലോകിനീഭീം എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുന്ന. അപ്പോൾ ഇപ്രകാരം ഇങ്ങനെയെല്ലാം ഈ കൃഷ്ണൻ്റെ വികൃതികളും കുറുമ്പുകളും എല്ലാം ഈ സ്ത്രീകൾ ഇങ്ങനെ വർണ്ണിച്ചു പറയുമ്പോഴും ആ അമ്മയുടെ ചേലത്തുമ്പിൽ നല്ലവനെ പോലെ നിൽക്കുന്ന, അതായത് താൻ എത്ര പാവം കുട്ടിയാണ് എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്ന വിധത്തിൽ നിൽക്കുന്ന ആ ഉണ്ണിയുടെ മുഖത്തിൻ്റെ ഭാവമാണിപ്പോൾ പറഞ്ഞത്. എന്താ പറഞ്ഞത്? സ ഭയനയന, അങ്ങനെ ഭയം കണ്ണുകളിൽ നിഴലിക്കുന്നു എന്ന് തോന്നുന്ന വിധത്തിൽ അങ്ങനെ ഐശ്വര്യം തുളുമ്പി നിൽക്കുന്ന ആ മുഖം കണ്ടിട്ട്, അപ്പോൾ തൻ്റെ ചേലത്തുമ്പിൽ നിൽക്കുന്ന തൻ്റെ കൃഷ്ണനുണ്ണിയുടെ മുഖം ആ യശോദാമ്മ എങ്ങനെയാണ് കണ്ടത്? ഐശ്വര്യം തുളുമ്പി നിൽക്കുന്നുണ്ട്. കണ്ണുകളിലാകട്ടെ ഭയം ചെറുതായിട്ടുണ്ടോ എന്ന് സന്ദേഹമില്ല. പക്ഷെ അവനെ കണ്ടാലോ പാവം നല്ല കുട്ടിയാണ് തൻ്റെ മകൻ എന്ന് തോന്നുന്ന വിധത്തിൽ നിൽക്കുന്ന വ്യാഖ്യാതാർത്ഥ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കപ്പെട്ട, അതായത് ഈ ഗോപസ്ത്രീകളാലൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിക്കപ്പെട്ട, വ്യാഖ്യാനിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ധരിപ്പിക്കപ്പെട്ട. അപ്പോൾ ഈ കൃഷ്ണൻ്റെ എല്ലാ കാര്യങ്ങളും, കുറുമ്പുകളും എല്ലാം, കളവും മോഷണവും പിന്നീട് കാണിക്കുന്ന വികൃതിയും എല്ലാം കേട്ടിട്ടെല്ലാം ധരിപ്പിക്കപ്പെട്ട പ്രഹസിത മുഖി. ഇങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് പ്രഹസിതമുഖി, ചിരിച്ചുകൊണ്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആ യശോദാദേവി ന ഹ്യുപാലബ്ധുമൈച്ഛത്, ന എന്ന് പറഞ്ഞാൽ ഇല്ല, ഹ്യുപാലബ്ധുമൈച്ഛത്, ഹി ഉപാലബ്ധും ഐച്ഛത്, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഹ്യുപാലബ്ധും ഐച്ഛത്. ഹി എന്ന് പറഞ്ഞാൽ തീരെ എന്നുള്ള അർത്ഥത്തിൽ, അതായത് അത് ഉറപ്പിക്കുകയാണ് അങ്ങോട്ട്. ഉപാലബ്ധും എന്ന് പറഞ്ഞാൽ ഒന്ന് ശകാരിക്കുക, ഒന്ന് വഴക്കു പറയുക. തൻ്റെ ഉണ്ണി ഇത്രയൊക്കെ ഈ ഗോപസ്ത്രീകളൊക്കെ വന്ന് പരാതി പറഞ്ഞാലേ ഒന്ന് വഴക്കു പറയുവാൻ കൂടി ഐച്ഛത്, ന ഐച്ഛത് എന്ന് വരും അവിടെ. ഐച്ഛത് എന്ന് പറഞ്ഞാൽ ഇച്ഛിക്കുക, ന ഐച്ഛത് ഇച്ഛിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിനു പോലും ആ യശോദാമ്മയ്ക്ക് ശക്തി ഇല്ലാതെയായിപ്പോയി. കാരണം തൻ്റെ ചേലത്തുമ്പിൽ തൂങ്ങി നിൽക്കുന്ന ആ ഉണ്ണിയുടെ മുഖത്തിപ്പോൾ എന്താ ഉള്ളത്? ഐശ്വര്യം തുളുമ്പുന്ന ആ മുഖത്ത്, പക്ഷെ കണ്ണുകളിലൊരു ഭയത്തിൻ്റെ ലാഞ്ചനയാണ് യശോദാമ്മ കാണുന്നത്. തൻ്റെ ഉണ്ണി എത്ര പാവമാണ് എന്ന് യശോദാമ്മയ്ക്കും അറിയാം എന്ന് യശോദാമ്മയ്ക്കും തോന്നിയിരിക്കുന്നു. ഈ ഗോപസ്ത്രീകളൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ പാവം ഉണ്ണിക്ക് ഇത്രയും കുറുമ്പുണ്ടോ? ആ കുറുമ്പുകളെയൊക്കെ ഈ ഗോപസ്ത്രീകളുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ യശോദാമ്മ പുഞ്ചിരിച്ചുകൊണ്ട് അതിനെയൊക്കെ ആസ്വദിച്ചുകൊണ്ട് പ്രഹസിതമുഖി, ഒരു പുഞ്ചിരി തൂക്കിക്കൊണ്ട് തൻ്റെ ആ പൊന്നോമന കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടാലറിയാം ആ അമ്മ ആ കണ്ണനെ ഒന്ന് ശകാരിക്കുവാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല എന്നത്രമാത്രം ആ അമ്മയുടെ മനസ്സിൽ ആ കൃഷ്ണനുണ്ണി നിറഞ്ഞു നിൽക്കുകയാണ്. എങ്ങനെയാണ് തൻ്റെ തന്നെ ഹൃദയത്തെ തനിക്ക് ശകാരിക്കാനാവുന്നത് എന്നുള്ള ഭാവമാവാം, അറിയില്ല. യശോദാമ്മയ്ക്ക് ആ ഉണ്ണിയെ ഒന്ന് വഴക്കു പറയാൻ കൂടിയുള്ള ഒരു ഭാവമില്ല, അഥവാ അതിന് പോലും തയ്യാറാവുന്നില്ല. അതുപോലും ആ അമ്മയ്ക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. തൻ്റെ ഉണ്ണിയുടെ ആ നിൽപ്പ് നോക്കൂ എന്നുള്ള ഭാവമാണ് യശോദാമ്മയുടെ മുഖത്ത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏവം ധാർഷ്ട്യാന്യുശതി കുരുതേ മേഹനാദീനി വാസ്തൗ സ്തേയോപായൈർവിരചിതകൃതി സുപ്രതീകോ യഥാസ്തേ ഇത്തം സ്ത്രീഭിः സഭയനയന ശ്രീമുഖാലോകിനീഭിർവ്യാഖ്യാതാർത്ഥാ പ്രഹസിതമുഖി ന ഹ്യുപാലബ്ധുമൈച്ഛത്. ഈ ശ്ലോകവും സാമാന്യം വലിയൊരു ശ്ലോകമാണ്. അപ്പോൾ അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ധാർഷ്ട്യാന്യുശതി, അവിടെ ധാർഷ്ട്യാനി ഉശതിയാണ്. അപ്പോൾ ധാർഷ്ട്യാന്യുശതി. പിന്നെ അടുത്തത് മേഹനാദീനി, പിന്നെ അടുത്തത് സ്തേയോപായൈർവിരചിത കൃതി, അവിടെ അത് കഴിയുന്ന ചേർത്തെടുക്കുക. അതേപോലെ സ്തേയോപായൈർ, ഉപായൈറാണ്
ഉപായം എന്നുള്ള അർത്ഥം. സ്ഥേയോപായേർ വിരചിത കൃതി. വാ കൂട്ടക്ഷരമാണ്. കൃതി എന്നുള്ളിടത്ത് വിസർഗമുണ്ട്. പിന്നെ അടുത്ത യഥാസ്തേ. ആസ്തേയാണ് അകാരം നന്നായി നീട്ടിയെടുക്കേണ്ടിയിരിക്കുന്നത്. 2 വിശ്ലേഷണം അവിടെയുണ്ട്. യഥാസ്തേ. പിന്നെ അടുത്ത് ഇത്തം സ്ത്രീഭി, അവിടെ വിസർഗമുണ്ട്. പിന്നെ അടുത്ത് സ ഭയനയന ശ്രീ മുഖാലോകിനീഭിർ, അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ അടുത്ത് ശ്രീമുഖ ആലോകിനീഭിരാണ്. അപ്പോൾ അതുകൊണ്ട് അകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്തത് ഹ്യുപാലബ്ധും ഐച്ഛത്. ഹ്യുപാലബ്ധും ഐച്ഛതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, പദം പിരിക്കണ്ട. ഹ്യുപാലബ്ധും ഐച്ഛത്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്. ഇനി അടുത്തത് 32ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.